ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ തമ്പനയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഡയാന്തസ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവും തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ നമ്മൾ നടത്തുന്ന ഫ്ലവർ ഷോസിലൊക്കെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് ഡയാന്തസ്. പല പ്രാവശ്യം നമ്മളോട് ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് നോക്കിയിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇത് ഉണങ്ങിപ്പോകുന്നു എന്ന് പലരും പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ, ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നോക്കിക്കോളൂ. ഇതിൽ കാണുന്ന ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിടിച്ച് കിട്ടും. പക്ഷെ നമ്മൾ മിക്കപ്പോഴും ഇപ്പോൾ ഈ കാണുന്ന പോലെ നിറഞ്ഞ പൂക്കളോടുകൂടിയ ചെടികളായിരിക്കും വാങ്ങാൻ ഇഷ്ടപ്പെടുക. അതുതന്നെയായിരിക്കും അവ പെട്ടെന്ന് നശിച്ചു പോകുന്നതിനുള്ള ഒരു റീസൺ. അതായത് സീസണൽ ഫ്ലവറിങ് പ്ലാന്റ്സുകളെല്ലാം തന്നെ ചെടികൾ വളരുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു, നശിച്ചു പോകുന്നു. ഇതാണ് ഇവയുടെ നോർമലായിട്ടുള്ള ലൈഫ് സൈക്കിള്. അതുകൊണ്ട് തന്നെ ഫ്ലവറോടുകൂടി ഇത്തരം പ്ലാന്റ്സുകൾ വാങ്ങുമ്പോൾ അത് നശിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി പ്ലാന്റിനുണ്ടായിരിക്കും. അതായത് ഫ്ലവറിങ്ങിന് ശേഷം ഇവ വിത്തുൽപാദനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ബാക്കി അവയുടെ ജൈവ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് അതൊരു ഉണങ്ങിയ ഡോർമൻ്റ് അവസ്ഥയിലേക്ക് പ്രവേശിക്കും. ഇത് കാണുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ അത് ഉണങ്ങിപ്പോവാണെന്ന് വിചാരിക്കും. പുല്ലുകളുടെ കാര്യം ശ്രദ്ധിച്ചാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ വീണ്ടും മഴ പെയ്യുകയോ നനവ് തട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനനുകൂലമായ സാഹചര്യത്തിൽ അത് വീണ്ടും വളർന്നു വരുന്നത് കാണാം. അതുപോലെ തന്നെയാണ് ഡയാന്തസ്. അതുപോലെ തന്നെ സീസണൽ ഫ്ലവേഴ്സിൻ്റെ ആയുസ് നീട്ടിക്കിട്ടാനുള്ള ചില വഴികൾ നമുക്ക് പറയാം. ഡയാന്തസിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലവറിങ്ങിന് ശേഷം അത് സീഡിലേക്ക് വളരാതിരിക്കാനായിട്ട് നുള്ളിക്കളയുന്ന ഒരു പരിപാടി നമ്മളിവിടെ നാട്ടിൻപുറത്തൊക്കെ ചെയ്യാറുണ്ട്. ഡയാന്തസ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഹില്ലി ഏരിയാസിലെ ഒരുമാതിരി തണുപ്പും അതുപോലെ നല്ല ബ്രൈറ്റ് ലൈറ്റും ഉള്ള പ്രദേശങ്ങളിൽ വളരാൻ ഇഷ്ടപ്പെടുകയും അവിടെ ധാരാളമായി പുഷ്പിക്കുകയും ഈസിലി ഒരു ബുദ്ധിമുട്ടും കൂടാതെ വളരുകയും ചെയ്യുന്ന ചെടിയാണ്. പക്ഷെ നമ്മളുടെ ഈ സമതല പ്രദേശങ്ങളിലേക്ക് അവയെ മാറ്റി നടുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്ലൈമറ്റ് സൃഷ്ടിച്ചെടുക്കാനോ അത് പൂവിടുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഇവിടെ തണുപ്പ് അനുഭവപ്പെടുന്ന മാസങ്ങളിലേക്ക് അതിനെ ചെയ്യിപ്പിക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ നടത്തിയാൽ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതായത് നേരത്തെ പറഞ്ഞ സൈസിലുള്ള പ്ലാന്റ്സ് ഒരു ഒക്ടോബർ മാസത്തിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നവംബർ മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ലഭിക്കുന്ന തണുത്ത ക്ലൈമറ്റും അതുപോലെ ബ്രൈറ്റ് ലൈറ്റും അതിൻ്റെ ഫ്ലവർ കപ്പാസിറ്റീനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അടുത്തതായിട്ട് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിനെ കുറിച്ച് പറയാം. ഇത് 45 രൂപയ്ക്ക് വിൻജോ പ്ലാസ്റ്റിക്സ് എന്ന് മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഡ്രെയിനേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ ചെടിയുടെ സൈസ്, അതിൻ്റെ വേരുപടലം, ഇതിൻ്റെയൊക്കെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ഹൈറ്റ് അതുപോലെ തന്നെ വിഡ്ത്ത്, വോളിയം ഇതൊക്കെ എത്രമാത്രം വേണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് വേണം പോട്ട്സുകൾ തിരഞ്ഞെടുക്കാൻ. ചെറിയ ചെടികൾ അതിനനുസരിച്ചല്ലാത്ത പോട്ടുകളിൽ പോട്ട് ചെയ്യുന്നത് മീഡിയം അധികമാകുമ്പോൾ വെള്ളം കെട്ടി നിന്ന് വേര് ചെയ്യലിന് കാരണമാവും. ഇത്തരം ചെടികളിൽ പ്രധാനമായി കണ്ടുവരുന്നതാണ് വേര് ചെയ്യൽ. മറ്റൊന്ന് പോട്ടിംഗ് സോയിൽ. അതായത് ഈ ഡയാന്തസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽക്കലൈൻ നേച്ചറുള്ള മണ്ണാണ്. എന്നാൽ കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളിലും അസിഡിറ്റി കൂടിയ മണ്ണാണ്, പാലക്കാട് ഒഴികെ. അപ്പോൾ ആ അസിഡിറ്റിയിൽ നിന്ന് ആൽക്കലൈൻ ക്ഷാരഗുണമുള്ള മണ്ണിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ അതിന് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്, കുമ്മായം. ഡയാന്തസ് ഒക്കെ പോലെയുള്ള ചില ചെടികൾ മാറ്റി നടുന്നതോടുകൂടി അത് ഉണങ്ങിപ്പോകുകയൊക്കെ ചെയ്യുന്നതിന് പ്രധാന കാരണം pH വാല്യൂവിൽ ഉള്ള വ്യത്യാസമാണ്. അപ്പം അസിഡിക് നേച്ചർ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ സുലഭമായി വളരുന്നത്. അതല്ലാത്തവയ്ക്ക് കുമ്മായം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തിരിക്കണം. ഒരു 10 ദിവസം മുമ്പ് 2 ചട്ടി മണ്ണിന് ഒരു ടേബിൾ സ്പൂണോളം മാത്രം കുമ്മായം വിതറി ഒരു വെള്ളം ചാറി മണ്ണ്, മണൽ, ചാണകപ്പൊടി അതുപോലെ ചകിരിച്ചോറ് ഇത് 3 മിക്സ് ചെയ്തിട്ടിട്ടുള്ള മണ്ണാണ് നമ്മളിപ്പോൾ ഇതിൽ നിറച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന സാധനം നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും, ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം.
അപ്പോൾ നമ്മളിപ്പം നട്ട വിധം കാണിച്ചപ്പോൾ കൃത്യമായിട്ട് കുഴികൾ നമ്മളെടുത്തു. ആ കുഴികളിലേക്ക് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം അതിലേക്ക് ഇതിൻ്റെ വേരുകൾ വരുന്ന വിധത്തിൽ, ഇതിൻ്റെ നല്ല ഏത് ചെടിയും നടുമ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് നട്ടു നോക്കൂ. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ മെയിൻലി 3 പോയിൻ്റാണ് പറഞ്ഞത്. സെലക്ഷൻ ഓഫ് പ്ലാന്റ്സ്, ഏത് സൈസിൽ വേണം എന്നുള്ളത്. രണ്ടാമത് സെലക്ഷൻ ഓഫ് പോട്ട്സ്, പിന്നെ പോട്ടിംഗ് സോയിൽ. അടുത്തതായിട്ട് രോഗബാധകൾ. ഇതിന് മെയിൻലി വരുന്ന ഒരേ ഒരു രോഗം വേരിച്ചീലാണ്. കാരണമായിട്ടുള്ളത് ചില കുമിളുകളാണ്. ഇത്തരം കുമിളുകൾ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന മിത്ര കുമിളാണ് ട്രൈക്കോഡെർമ. ട്രൈക്കോഡെർമ ഒരു ജീവനുള്ള ജീവാണുവാണ് അത്. അപ്പോൾ അതിന് വളർന്ന സാഹചര്യം ജൈവാംശം കലർന്ന മണ്ണിൽ മാത്രമാണ്, അല്ലെങ്കിൽ ചാണകം അതുപോലെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ചാണകത്തിൽ ഈ ട്രൈക്കോഡെർമ മിത്രാണുവിന് വളർത്തിയെടുക്കുന്നതിനെയാണ് സമ്പുഷ്ടീകരിച്ച ചാണകം, ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം എന്ന് പറയുന്നത്. അപ്പം ഇത് ഇട്ട് കൊടുക്കുന്ന രീതി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് വേരുകൾ വരുന്ന ഭാഗത്ത് മണ്ണുമായി സമ്പർക്കത്തിൽ വരാത്ത രീതിയിൽ ഒരാവരണം പോലെയാണ് നമ്മൾ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് ഈ ട്രൈക്കോഡെർമ ജീവനുള്ള ജീവാണു വളരുന്നതിനനുസരിച്ച് സെക്രീറ്റ് ചെയ്യുന്ന പല സാധനങ്ങളും ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ ഇതുപോലെയുള്ള ശത്രു കുമിളുകളിൽ നിന്ന് ചെടിയെ രക്ഷപ്പെടുത്തുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് ബൂസ്റ്റർ ഡോസുകൾ കൊടുക്കും. അത് അവരുടെ വളർച്ചയ്ക്കും പ്രതിരോധ ശേഷിക്കും, പല രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധ ശേഷിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അതുപോലെ ചെടികൾക്ക് ഇപ്പോൾ കൊടുത്തു വരുന്നൊരു സാധനമാണ് ഈ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം. അങ്ങനെ നന്നായി വളർന്നു വരുന്ന ഈ ചെടിക്ക് ഫ്ലവറിങ് സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നമുക്ക് NPK വളങ്ങളിൽ ഏതെങ്കിലും, അതായത് നൈട്രജൻ്റെ അളവ് കുറവായിട്ടുള്ളത്, അതായത് NPKയിൽ ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം കൂടുതൽ ആയിട്ടുള്ളത് 10, 26, 26 മുതലായവ 1 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇതിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒരു കാര്യം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, 2 കൈകളല്ല 4 കൈകൾ ഇതിൽ കാണുന്നുണ്ടല്ലോ എന്ന്. തീർച്ചയായിട്ടും നമ്മുടെ ശാന്തയാണത്. ഞാനാണ് പോട്ടിങ് ചെയ്യുന്നതെങ്കിൽ ശാന്തയായിരിക്കും ക്യാമറാമാൻ പോട്ടിങ് ചെയ്താൽ ഞാനായിരിക്കും ക്യാമറാമാൻ. ബ്രൈറ്റ് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണിതെങ്കിലും കടുത്ത വെയിൽ ഇതിന് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച പോലെ ഈ ഷെയ്ഡിൽ, സൺഷെയ്ഡിൻ്റെ കീഴേക്ക് വെക്കാനായിരിക്കും ഏറ്റവും പെർഫെക്റ്റ്. ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം, അതുപോലെ തന്നെ പച്ചക്കറി തൈകൾ, എല്ലാത്തരം പൂച്ചെടികളും എല്ലാം വാങ്ങുന്നതിനുള്ള നമ്മുടെ വാട്സാപ്പ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.